ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്സ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ അധികമായാൽ ദർ ഇസ് എ ലിമിറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നമ്മൾ ഈ പ്രവർത്തനങ്ങൾ പറഞ്ഞു വരികയാണ്. ഇന്ന് ഇതിൻ്റെ 6ാമത്തെ പാർട്ടാണ് നമ്മൾ പറയുന്നത്. 6ാമത്തെ പാർട്ട് ഈ ഭാഗം, ഈ പാഠം എടുത്തു മാറ്റാനുള്ള, കുറക്കാനും അതുപോലെ തന്നെ അഡീഷൻ കൂട്ടാനും ഒക്കെ ഉള്ള പ്രവർത്തനമാണ്. നമുക്കറിയാം, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചെയ്തതാണ്. ഇന്ന് 6ാമത്തെ പാർട്ടിൽ ഒരു മത്സരത്തെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ജഗ്ഗുവും കരടിയും മുയലമ്മാവിനും ഒക്കെ ഉള്ള ഒരു തീറ്റ മത്സരത്തിന്റെ കഥയാണ് ഇന്ന് പറഞ്ഞത്. നമുക്ക് ഇന്നത്തെ മത്സരം ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് പറയാം അല്ലെ? നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഞാൻ ഈ തീറ്റ മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ ആവേശകരമായ മത്സരമായിരിക്കും ഇന്നിവിടെ നടക്കുക. മത്സരത്തിൽ പങ്കെടുക്കാൻ 3 ചുണക്കുട്ടന്മാരാണ് പഞ്ചവൻകാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ പരിചയപ്പെടുത്തട്ടെ. ഏവരുടെയും പ്രിയങ്കരനായ മുയൽക്കുട്ടനാണ് ഒന്നാമനായി നിൽക്കുന്നത്. ഗുണ്ടുമണി കരടിക്കുട്ടനാണ് രണ്ടാമതായി മത്സരത്തിന് തയ്യാറായി നിൽക്കുന്നത്. ഏവർക്കും സുപരിചിതനും കാടിന്റെ പൊന്നോമനയുമായ ജഗ്ഗുവാണ് ഇനി ഒരാൾ. ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കുമെന്ന് തീർച്ചയാണ്. മത്സരം ഇതാ ആരംഭിക്കുകയാണ്. നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചോളൂ. മുയൽക്കുട്ടന് 10 കുട്ടകളിലായി ഓരോന്നിനും 10 വീതം ക്യാരറ്റുകളാണ് നൽകിയിരിക്കുന്നത്. കരടിക്കുട്ടന്റെ മുന്നിലും ഇതാ 10 കുട്ടകളുണ്ട്. ഓരോന്നിനും 10 വീതം പഴങ്ങളാണ് ഉള്ളത്. കൂട്ടരെ, ജഗ്ഗുവിന്റെ മുന്നിൽ ഇതാ 10 കുട്ടകളുണ്ട്. അവയിൽ ഓരോന്നിനും 10 വീതം ശർക്കരകളാണ് നിറച്ചിരിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ എണ്ണം ആരാണോ കഴിച്ചു തീർക്കുന്നത് അവരായിരിക്കും വിജയി. മത്സരം ഇത് ആരംഭിക്കുന്നു. കൂട്ടരെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതാ ആവേശത്തോടെ മൂവരും കുട്ടകളിലേക്ക് ചാടി നിന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാരറ്റുകൾ ഒന്നൊന്നായി വായിലേക്ക് എറിയുകയാണ്. കരടിക്കുട്ടൻ പിന്നിൽ തന്നെയുണ്ട്. കിരീടം ആർക്കും വിട്ടു തരില്ല എന്ന വാശിയിൽ ഓക്കെ, നമ്മൾ ഈ മത്സരം കാണുകയാണ്. തീറ്റ മത്സരമാണ്. ഇതില് ഓരോരുത്തർ തിന്ന് അവർ ഈറ്റ് ചെയ്തതിന്റെ കണക്കാണ് നമ്മളിതിൽ കാണേണ്ടത്. ഇതാകെ ഉണ്ടായിരുന്നത് 10 കുട്ടകളിലായി 100 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇതിലോരോരുത്തർ തിന്നതിന്റെ കണക്ക് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് കരടിക്കുട്ടൻ തിന്ന കണക്കാണ് ടീച്ചർ നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കരടിക്കുട്ടൻ എത്രയാണ് തിന്നത് ആ കണക്ക് ടീച്ചർ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം. ഇതാണ് കരടിക്കുട്ടന്റെ കണക്ക് പറഞ്ഞത്. നോക്കൂ, കരടിക്കുട്ടൻ 86 പഴങ്ങളാണ് കഴിച്ചു തീർത്തത്. 100 ശർക്കരകൾ കഴിച്ച ജഗ്ഗുവിനൊപ്പം എത്താൻ ഇനി എത്ര പഴങ്ങൾ കൂടി കരടിക്കുട്ടൻ കഴിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. കരടിക്കുട്ടൻ 86 പഴങ്ങളാണ് മത്സരത്തിൽ കഴിച്ചിരുന്നത്. 100 ശർക്കരകളാണ് ജഗ്ഗു ആന കഴിച്ചിരുന്നത്. എന്നാൽ ആ ജഗ്ഗു ആനയുടെ 100 എന്ന എണ്ണത്തിനൊപ്പം എത്താൻ ഇനി കരടിക്കുട്ടൻ എത്ര പഴങ്ങളാണ് കഴിക്കേണ്ടത്? ഓക്കെ, ഈ വർക്ക് നമ്മൾ ചെയ്യണം. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യാം? നിങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കരടിക്കുട്ടൻ കഴിച്ച പഴങ്ങളുടെ എണ്ണം എഴുതണം. ക്ലിയർ അല്ലേ? എന്നിട്ട് ജഗ്ഗു ആന കഴിച്ച ശർക്കര എന്ന് പറയുന്ന 100 എന്നുള്ള അക്കമുണ്ട്. ഈ 100നോടക്കം എത്താൻ ഈ 86നോട് എത്ര കൂടി ചേർക്കണം എന്ന് കിട്ടണം. അപ്പൊ ഇതിനെന്താണ് വഴി കാണാൻ? 100ൽ നിന്നും 86 കുറച്ചാൽ മതിയല്ലേ? 100 ശർക്കരയിൽ നിന്നും 86 പഴങ്ങളുടെ എണ്ണം കുറച്ചാൽ ബാക്കി വരുന്ന എണ്ണം ഉണ്ടാകുമല്ലോ. ആ എണ്ണമായിരിക്കില്ലേ കരടിക്കുട്ടൻ ജഗ്ഗുവിനോട് ഒപ്പം എത്താൻ വേണ്ടത് അല്ലെ? നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ മനസ്സിലാവും കേട്ടോ. നമ്മൾ ചെയ്തു നോക്കാം. ഓക്കെ, നോക്കൂ, ഇവിടെ ഞാൻ അതിന്റെ വഴി എഴുതിയിട്ടുണ്ട്. കരടിക്കുട്ടൻ കഴിച്ച പഴം എത്രയാണ്? 86. ജഗ്ഗു കഴിച്ച ശർക്കര ജാഗിരി എത്രയാണ്? 100. ഇനി ജഗ്ഗുവിനൊപ്പം എത്താൻ എന്താ ചെയ്യേണ്ടത്? 100 - 86, 100
കുറക്കണം 86. 100-ൽ നിന്നും 86 കുറക്കുക. ഈ കുറക്കുന്ന രണ്ട് രീതി ഉപയോഗിക്കാം. 100-നെ നമ്മുടെ 10ന്റെ കൂട്ടങ്ങളാക്കുക. 100-നെ 10ന്റെ കൂട്ടങ്ങളാക്കുക. 100-നെ 10ന്റെ കൂട്ടങ്ങളാക്കുമ്പോൾ 10 10കൾ ചേർന്നതാണ് 100. നേരത്തെ നമ്മൾ ആ മത്സരത്തിൽ കണ്ടിരുന്നു അല്ലെ? 10 10കൾ ചേർന്ന് നമ്മൾ ആ 10 10 ഇതാ ഇവിടെ എഴുതിയാണ്. ഇതാ 10 10കൾ നമ്മൾ ഇവിടെ എഴുതി. 1 2 3 4 5 6 7 8 9 10. ക്ലിയർ ആണല്ലോ? 10 10കൾ. ഇനി നോക്കൂ, ഈ 86 എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര 10കളുണ്ട്? 8 10കളും 6 1കളുമാണുള്ളത്. 8 10s and 6 1s. ക്ലിയർ അല്ലേ? അപ്പം ഈ കരടിക്കുട്ടൻ കഴിച്ച 8 10കൾ ഈ 10കളിൽ നിന്നും നമ്മൾ മാറ്റാൻ വെട്ടി ഒഴിവാക്കുക. നോക്കണേ, ഇവിടെ നമ്മൾ ഒരു 10 കഴിച്ചു, 1, രണ്ടാമത്തെ കഴിച്ചു, മൂന്നാമത്തെ കഴിച്ചു, 4 5 6 7 8. നോക്കൂ, കരടിക്കുട്ടൻ കഴിച്ച 8 10കൾ നമ്മൾ ഇവിടെ വെട്ടി ഒഴിവാക്കി. ബാക്കി എത്ര 10കളുണ്ട്? 2 10കളുണ്ട് അല്ലെ? ഇപ്പം 8 10കൾ ഒഴിവാക്കിയപ്പോൾ 2 10കളായി ബാക്കിയുണ്ട്. ഈ 10ൽ നിന്നും ഇനി 6 1കളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. 6 1കളാണ് ഒഴിവാക്കി. 8 10കൾ നമ്മൾ ഒഴിവാക്കി, ബാക്കി 2 10കൾ. ഇതിൽ നിന്നും ഈ 2 10ൽ നിന്നും 6 1കൾ മാത്രം ഒഴിവാക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മൾ ഒരു 10 എടുക്കാം. ഈ ഒരു 10ൽ നിന്നും നമ്മൾ 6 1കൾ ഒഴിവാക്കിയാൽ 10ൽ നിന്നും 6 പോയാൽ എത്ര ബാക്കി ഉണ്ടാകുക? 4 ബാക്കി ഉണ്ടാകും അല്ലെ? ഈ 10 1ൽ നിന്നും 6 1കൾ കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ടാകുക? 4 1കൾ ഉണ്ടാവും. നമ്മളിവിടെ 4 എന്ന് എഴുതും. അതായത് 10 10 - 6 = 4. ഇതാണ് കണക്ക്. 10 എണ്ണത്തിൽ നിന്നും 6 എണ്ണം എടുത്തു മാറ്റിയാൽ ബാക്കി 4 എണ്ണം ഉണ്ടാവും. ആ 4ആണ് മാഷോടെ എഴുതിയത്. ഇനി എത്ര ബാക്കിയുള്ളത്? ഈ 4ഉം ഈ 10ഉം. ഒരു 10ഉം 4 1s അല്ലേ? അപ്പൊ എത്ര ഉത്തരം കിട്ടുക? 14 അല്ലെ? 14 അല്ലേ കിട്ടുക? ഈ 10ഉം ഈ 4ഉം പാട് ചേർന്ന് എത്ര കിട്ടുക? 14. ആ 14ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ 100 - 86 എന്നുള്ളതിന്റെ അടിയിൽ നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ 14 എന്നെഴുതി. അതായത് 100-ൽ നിന്നും 86 കുറച്ചാൽ ബാക്കി എത്ര ഉത്തരവും കിട്ടുക? 14 എന്നാണ് ഉത്തരം കിട്ടുക. അത് നമ്മൾ കുറക്കുന്നതിന് വേണ്ടി 100-നെ 10കളാക്കി നമ്മൾ നേരത്തെ മാറ്റി. നേരത്തെ നമ്മൾ ആ മത്സരത്തിലും പറഞ്ഞ് 10 പാത്രങ്ങളിലായി വെച്ചതായിരുന്നു. അതില് കരടിക്കുട്ടൻ കഴിച്ച പഴങ്ങളുടെ 86-ൽ നിന്ന് 8നെയും 10നെയും വേർതിരിച്ചു. 8 10കൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒഴിവാക്കി. ബാക്കി 2 10കൾ ഉണ്ടായിരുന്നു. ഈ 2 10കളിൽ നിന്നും ഒരു 6നെ ഒഴിവാക്കി. ഒരു 10ൽ നിന്ന് ഒരു 6നെ ഒഴിവാക്കി, ബാക്കി 4 കിട്ടി. മറ്റേ 10 അതുപോലെ ഉണ്ട്. അപ്പം 10ഉം 4ഉം എത്രയാണ്? 14 40. ഓക്കെ, അപ്പൊ ഇവിടെ കരടിക്കുട്ടൻ 86 പഴങ്ങൾ കഴിച്ചു. 100 ശർക്കരയോട്, അതായത് ജിഗ് കഴിച്ച 100 ശർക്കരയോടൊപ്പം എത്താൻ ഇനി എത്ര പഴങ്ങൾ കൂടി കഴിക്കണം? 14 പഴങ്ങൾ കൂടി കഴിക്കണം. എത്ര പഴങ്ങൾ കൂടി കഴിക്കണം? 14 പഴങ്ങൾ കൂടി കഴിച്ചാൽ മാത്രമേ 100 എന്നുള്ള അക്കത്തിനൊപ്പം എത്തുകയുള്ളൂ. അതാണ് ഈ 14 14 ആണ് അതിന്റെ ഉത്തരം. കണക്ക് മനസ്സിലായല്ലേ? സിമ്പിൾ ആയിട്ട് സംഖ്യയെ നമ്മൾ വൺസും ടെൻസുമായി തിരിച്ചു. അതിൽ നിന്നും ടെൻസുകൾ എടുത്ത് മാറ്റി, വൺസുകൾ എടുത്ത് മാറ്റി, ബാക്കി വരുന്നതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇത് ലളിതമായി പറയാൻ ഞാൻ ഈ പ്രവർത്തനം, ഈ ഒരൊറ്റ വർക്ക് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ ഇന്നത്തെ പ്രവർത്തനത്തിന്. ലളിതമായി പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കമന്റ് ആയി അത് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ഈ പാഠഭാഗത്തിന്റെ തുടർഭാഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.